ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കയറി കാണാൻ മറക്കരുത്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 2 ഞാൻ ഇന്നാട്ടോ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് പാർട്ട് 1 പറഞ്ഞു നിർത്തിയത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്ന് റൂം എടുത്തു എന്നുള്ളതിലാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. റൂം എടുത്തിട്ട് നമ്മൾ അവിടെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അടിപൊളി സ്ഥലമാണ്. നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന ആ സ്ഥലമൊക്കെ നല്ല അടിപൊളി സീനാണ് എന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഓ അടിപൊളിയായിരിക്കും അല്ലേ എന്ന് വിചാരിക്കും. ബട്ട് അങ്ങനെ അല്ല ഗൈസ്. എന്നുവെച്ചാൽ അവിടെയെന്ന് വെച്ചാൽ അവിടുത്തെ ഫുഡൊന്നും നമുക്കങ്ങനെ പിടിച്ചില്ല. അവിടുത്തെ ഫുഡെന്ന് വെച്ചാൽ ബാബ്ല എനിക്ക് ഒട്ടും പിടിച്ചില്ല. പിന്നെ ഈ ഒരു വീഡിയോ ഉണ്ടോ, അത് നമ്മളൊരു നല്ല റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ഇവിടെ ഈച്ചയൊന്നുമില്ല, അവിടെ ഫുൾ ഓഫ് ഈച്ചയാണ്. ഈച്ച എവിടെ നോക്കിയാലും കുറേ ഈച്ചയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ ആ ഒരു നല്ല കടയിൽ കയറി. അവിടെ ഈച്ചയൊന്നുമില്ലായിരുന്നു, നല്ല വൃത്തിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എടുത്തൊരു ഫോട്ടോസാണത്. പിന്നെ ഇത് നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ എടുത്തതല്ല, ഇത് നമ്മൾ ആ അയോധ്യയിലെ എയർപോർട്ടിൽ പോയപ്പോൾ ഉള്ളൊരു അവിടെ ഇങ്ങനെ പടം ഒട്ടിച്ച് ചെയ്യുന്നതെന്ന് എടുത്തതെന്ന്. പിന്നെ നമ്മളവിടെ പോയെന്ന് പറഞ്ഞില്ലേ, നമ്മൾ അയോധ്യ അമ്പലത്തിൽ പോയപ്പോൾ നമ്മളിങ്ങനെ നെറ്റിയിൽ ഇതേപോലെ റാം എന്നൊക്കെ എഴുതിയിട്ടാണ് പോയത്. പിന്നെ ഇതായിരുന്നു കേട്ടോ, നമ്മളെ റൂമിലൊരു അടിപൊളി കണ്ണാടി ഉണ്ടായിരുന്നു. ഇതായിരുന്നു ആ കണ്ണാടി, നല്ല വെട്ടമായിരുന്നു. അത് നോക്കുമ്പോൾ ഭയങ്കര വെളുപ്പാണ്. പിന്നെ സ്ഥലമൊക്കെ അടിപൊളി തന്നെ. ഞാൻ പറഞ്ഞല്ലോ ഈച്ച കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കുറേ. ഈ സ്ഥലമൊക്കെ ഭയങ്കര കച്ചടിയാണ്, ഈച്ചയുടെ കൂടാരം എന്ന് വേണം പറയാം. നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണ അയോധ്യ എയർപോർട്ടിലേക്ക് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് ഗേസ്. അപ്പോൾ നല്ല ഇങ്ങോട്ടൊക്കെ നല്ല ഒരു ദിവസം നമ്മൾ സിറ്റിയിലെ സ്ഥലത്തോട്ട് നടന്നപ്പോൾ അവിടെയൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു. ഈച്ചയെന്ന് പറഞ്ഞ സാധനത്തിനെ പോലും അവിടെ കാണില്ല. പിന്നെ കുരങ്ങുട്ടന്മാരും ഉണ്ട് കേട്ടോ അവിടെ കുറേ. പിന്നെ നമ്മൾ പോകാൻ നേരത്ത് എയർപോർട്ടിൽ വന്നതായിരുന്നു. ഇതാണ് അവിടുത്തെ എയർപോർട്ട്. കൊച്ചി എയർപോർട്ടാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഫ്ലൈറ്റ് വിമാനങ്ങൾ. എനിക്ക് അമ്പലത്തിനെ പറ്റി എന്താണ് പറയാനെന്ന് വെച്ചാൽ ക്യൂ ഉണ്ട്, ഭയങ്കര ചെക്കിങ് ഒക്കെയാണ് കേട്ടോ. നമുക്ക് ബാഗും ഫോണും അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് ആ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് രാം ഭഗവാനെ കാണാൻ കഴിയും. നമുക്ക് ക്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ക്യൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഗേസ് വീഡിയോ. പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിൽ വന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമായിരുന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണാം. ഷൂ.